ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. 3 ഭാഗങ്ങളായിട്ടാണ് ഇന്നത്തെ തിരുവചന ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്നാമതായിട്ട് അന്ധന്മാർക്ക് കർത്താവ് കാഴ്ച കൊടുക്കുന്നു, രണ്ടാമത് ഊമനെ സുഖപ്പെടുത്തുന്നു, മൂന്നാമതായിട്ട് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഇന്നത്തെ തിരുവചന ഭാഗം തിരിക്കുകയാണ്. ഈ 3 ഭാഗത്തു നിന്നും 3 ചിന്തകളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കർത്താവ് 2 അന്ധന്മാരോട് ചോദിക്കുന്ന സുന്ദരമായൊരു ചോദ്യമുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതിന് അന്ധന്മാർ കൊടുക്കുന്ന മറുപടി പ്രകാരമാണ്, ഓ കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന്. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴത്തിലുണ്ട്? ഈശോയിലുള്ള വിശ്വാസം എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുള്ളതാണ് എൻ്റേതെന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തെ പൊളിച്ചു മാറ്റി എഴുതാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് പൂർണ്ണമായൊരു വിശ്വാസം നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. ഈ അന്ധന്മാരെ പോലെ ആഴമായൊരു വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കണം. എൻ്റെ ജീവിതത്തിലെ ഇന്നലകളെ, എൻ്റെ കഴിഞ്ഞകാല പാപാവസ്ഥകളെ, എൻ്റെ രോഗാവസ്ഥകളെ, എൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങളെ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ചില തകർച്ചയുടെ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ, അതിനൊക്കെ പൊളിച്ചു മാറ്റി എഴുതി എനിക്കൊരു പുതിയൊരു ജീവിതം തരാൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്നൊരു പൂർണ്ണമായൊരു വിശ്വാസം നമുക്കുണ്ടാകണം. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3 യുവാക്കന്മാരെ തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്നതിന് മുൻപ് അവർ പറയുന്നുണ്ട്, ഈ കത്തുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായൊരു വിശ്വാസമുണ്ട്. ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ ദൈവത്തിന് എൻ്റെ ഈ ജീവിതാവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി എഴുതാൻ, എൻ്റെ കുടുംബത്തെ മാറ്റി എഴുതാൻ, പുതിയൊരു ജീവിതം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയുമെന്നൊരു പൂർണ്ണമായൊരു വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കുക. രണ്ടാമത്തെ ചിന്ത, കർത്താവ് ഊമനെ സുഖമാക്കുന്നതാണ്. തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ഊമൻ സംസാരിച്ചുവെന്ന്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ചില കാര്യങ്ങളും, ചില സ്വഭാവ രീതികളും, ചില മനോഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ മാറിപ്പോകുമ്പോഴാണ്. പിശാച് മാറിപ്പോയപ്പോൾ ഊമൻ വളരെ സ്വതന്ത്രമായിട്ട് സംസാരിച്ചു. അതുവരെ അവന് സംസാരിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അതൊരു കെട്ടായിട്ടൊരു ബന്ധനമായിട്ട് അവിടെ നിന്നിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാം, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് എൻ്റെ ചില സ്വഭാവ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. അല്ലെങ്കിൽ ചില ദുശ്ശീലങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ ഐ വിൽ ബി ഫ്രീ. ഞാൻ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കും. മൂന്നാമതായിട്ട് കർത്താവ് പറയുന്നത് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. നമ്മളും നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്നും ഒത്തിരി ദൈവവിളികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് വൈദികരൊക്കെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്, ദൈവവിളികളൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളാണ്. സെമിനാരിയിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആവാൻ പോകുന്നവരുടെ എണ്ണമൊക്കെ വളരെയധികം കുറഞ്ഞു വരികയാണ്. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.